ഹലോ ഹായ് നമസ്കാരം. ബിഗ് ബോസ് മല്ലു ടോക്സിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിന്റെ പുള്ളിക്കാരുടെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരത്തി ചെയ്യുന്ന വീഡിയോ പുള്ളിക്കാരത്തിയെ ഞാൻ കുറെ നാളുകളായിട്ട് കാണുന്നുണ്ട്. അവർ ഒരുപാട് വീഡിയോസ് ബിഗ് ബോസിൽ റിലേറ്റഡായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ ബിഗ് ബോസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല പുള്ളിക്കാരത്തി ചെയ്യുന്നത്. ലൈക്ക് ഒരു 3 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് പുള്ളിക്കാരത്തിക്കുണ്ട്. പുള്ളിക്കാരത്തെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ഞാനത് എല്ലാ റിവ്യൂ ഒക്കെ കാണാറുണ്ട്. എനിക്ക് നേരത്തെ ഒന്നും ഇഷ്ടമില്ലായിരുന്നു രേവതി. അതിനകത്ത് വേറെന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മറ്റേ രാജ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പാമ്പ് പിടിച്ച ഒരു അപ്പാപ്പൻ വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം നിനക്കൊന്നും വേറെ പണിയല്ല, ഇട്ടിട്ട് പോയാ നീയൊക്കെ. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല എനിക്ക് പറയാനായിട്ട്. അപ്പം ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ആദില നൂറ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഷാനവാസ് ഇത്രയും വലിയ ഇഷ്യൂവിൽ കിടക്കുവാണ്. അപ്പൊ അവർക്ക് അത്രയും എന്റെ ചേട്ടനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇറ്റ്സ് എ ഗെയിം, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഗെയിം. അത്രയും മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഇവർക്ക് ഭീകരമായിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടില്ല. അയാൾക്ക് കിട്ടുന്ന ഒരു സാധനം കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയില്ല. ഈ ആദില എന്ന് പറയുന്ന അവള് ഷാനവാസിന് ഒരു പ്രാങ്ക് എവിക്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് അവൾ എന്താ കാണിച്ചത്, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ഷെയ്ക്കാൻ്റെ കൊടുത്തില്ല. ഷാനവാസിന് അറിയായിരുന്നു ഇറ്റ്സ് എ പ്രാങ്ക്, ഓക്കെ. പക്ഷെ അവളത് ഒന്നും മനസ്സിലാക്കാതെ അവള് ചാടിക്കേറി മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു പോയി. അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കാണിക്കുന്ന ഒരു സാധനമൊന്നും വേണ്ട, ഓക്കെ. ഇതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് നമ്മൾ ഇണങ്ങും എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇറ്റ്സ് എ ഗെയിം, പാർട്ട് ഓഫ് ദി ഗെയിം. ഇവർ കാണിക്കുന്നത് ഒരു രക്ഷയില്ല. ഇവർ കാണിക്കുന്നത് ഒന്നും പറയാനില്ല. ഇപ്പൊ ഈ പറഞ്ഞ അനുമോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കുത്തിക്കയറാൻ വേണ്ടി നോക്കണ ആൾക്കാർ തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല, ഒരു പഴമില്ല അവർ കാണിക്കുന്നത്, ഒരു പഴമില്ല. ഇത്ര തന്നെ മാത്രമേ ഉള്ളൂ. ഗെയിമിന്റെ ഭാഗമായിട്ട് കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് കുറെ ആൾക്കാർ. എന്തിനാണ്?